മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മറ്റൊരു വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് UAE-യിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. UAE-യിൽ ഒരു ഇന്ത്യൻ യുവതിയുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു. ഇന്ത്യൻ എംബസി ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളതാണ്. സകല ആളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരുന്ന ജിഹാദിസം അവർ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം പിടിമുറുക്കി, അതേപോലെ തന്നെ UAE-യുടെ കാട്ടറബി നിയമത്തെ കുറിച്ചും കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഈ 33-കാരിയായിട്ടുള്ള ഷഹസാദ് ഖാനെ എന്തുകൊണ്ടാണ് UAE കൊലപ്പെടുത്തിയത്? ഇതിൽ കുറ്റമായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് 4.5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഈ ഷഹസാദി ഖാൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അവിടെ ഈ UAE മുന്നോട്ട് വെച്ചിട്ടുള്ള ഷഹസാദി ഖാൻ ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സകല ആളുകളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ഷഹസാദി ഖാൻ നോക്കുന്ന കുട്ടി, അതായത് 4.5 മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് ഈ കൊല്ലപ്പെട്ടതിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട്. ഈ പ്രതിരോധ കുത്തിവെപ്പിനാലാണോ ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്നൊരു വിഷയം അവിടെ പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും കോടതിയിലേക്ക് ഈ കുട്ടിയുടെ ബന്ധുക്കൾ എത്തിച്ചിട്ടുള്ളൊരു തെളിവ് എന്ന് പറയുന്നത്, ഈ ഷഹസാദി ഖാൻ സ്വന്തമായിട്ട് സമ്മതിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഈ കുട്ടി എന്റെ അശ്രദ്ധ മൂലമാണ് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഈ കുട്ടിയുടെ ബന്ധുക്കൾ കോടതിയിൽ ഹാജരാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UAE ഈ ഷഹസാദി ഖാനെതിരെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി സുബോധത്തോട് കൂടിയിട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. 4.5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരാൾ കൊലപ്പെടുത്തുവോ? മനഃപൂർവ്വം കൊലപ്പെടുത്തുവോ? ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. എന്നാൽ UAE-യുടെ കാട്ടറബി നിയമപ്രകാരം അവർക്ക് അവരുടെ പൗരന്മാര്, ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ അവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ UAE കൊലപ്പെടുത്തിയിട്ടുള്ളത്. സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, UAE ആയിക്കൊള്ളട്ടെ, ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അവിടെയുള്ള അറബികളുടെ വീടുകളിലേക്ക് എത്തുന്ന പണിക്കാരെ, ജോലിക്കാരെ അവർ അടിമകളായിട്ടാണ് കാണുന്നത്. ഈ കാലഘട്ടത്തിൽ അടിമ സിസ്റ്റം സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടിമ എന്നവര് പറയുന്നില്ല എന്നേ ഉള്ളൂ. സകലരും മനസ്സിലാക്കണം, ഈ അടിമ പോലെ തന്നെ ഇനി 1%, 2% ഏതെങ്കിലും അറബികള്, ഏതെങ്കിലും ജോലിക്കാരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. അത് വളരെ നല്ല കാര്യം. പക്ഷേ ബാക്കി വരുന്ന 90%-ലധികം അറബികളും വീട്ടു ജോലിക്കാരെ അടിമകളെ പോലെ തന്നെയാണ് കാണുന്നത്. അത് സകലരും തിരിച്ചറിയുക. ഈ കാട്ടറബി നിയമത്തെ സകലരും വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. ഒരു ഈ രാജ്യത്തെ ഒരു പൗരൻ കൊല്ലപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ജിഹാദിസം എത്രത്തോളം പിടിമുറക്കി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കമന്റ് ബോക്സുകളിൽ നിറയെ UAE-യുടെ നിയമത്തെ വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുക, വലിയ രീതിയിൽ കൊണ്ടാടുകയാണ്. ഞാൻ അതിന് ഉദാഹരണത്തിന് 2 കമന്റ് മാത്രം ഇവിടെ ഒന്ന് മുന്നോട്ട് വെക്കാം. ആദ്യത്തെ കമന്റ് ഈ വാർത്ത വന്നതില്ല, നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ കൊലപ്പെടുത്തിയതിന് വന്ന കമന്റാ. ഇതാവണം നിയമം എന്നിട്ട് തംസപ്പ്. അതിന് വന്ന ലൈക്ക് എന്ന് പറയുന്നത് 448 ആളുകളാണ് അതിന് ലൈക്ക് ഇട്ടത്. അടുത്ത കമന്റാ, ഇതൊക്കെയാണ് യഥാർത്ഥ നിയമങ്ങളും നടപ്പാക്കലും. ഇതിന് 200 ലൈക്കാ വന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ എന്ത് തരത്തിലുള്ള നീതി കണ്ടിട്ട ഒരു അറബ് രാജ്യം നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ കൊലപ്പെടുത്തുമ്പോൾ ഇവരെന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത്? ആ കാട്ടറബി നിയമം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വരണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് ഇവര് വിളിച്ചു പറയുന്നത്? 4.5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, അതിനെ നിരന്തരം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതിന് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് നടന്നിട്ടുള്ളത്? അവിടെ ബന്ധുക്കൾ, അറബികൾ എന്ത് കോടതിയിൽ പറയുന്നോ അതാണ് അവര് കേൾക്കാറുള്ളത്. അതിനനുസരിച്ചാണ് ഈ വിധികൾ വരിക. സകലരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാ.
നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇതിന് ലീഗൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ടത്, ബന്ധുക്കൾ എന്താണോ അവിടെ തെളിവ് കൊടുത്തത്, ഈ പറയുന്ന ഷഹസാദി ഖാന് എന്റെ ശ്രദ്ധക്കുറവ് മൂലമെന്ന് മുന്നോട്ട് വെച്ചത് കൊണ്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് ഈ കൊലപ്പെടുത്താൻ UAE വധശിക്ഷ നടപ്പിലാക്കിയത്. ഇത്ര ക്രൂരമായ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വരണമെന്നൊക്കെ, എന്തിനാണ് ഒരു കാട്ടറബി സംവിധാനം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ വിളിച്ചു പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഡൊണാൾഡ് ട്രംപ്, അതായത് അമേരിക്കയില് കൈവിലങ്ങി വെച്ച് അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് വന്ന ആളുകളെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോയതിന്, തിരിച്ച് പറഞ്ഞയച്ചതിന് ഇവിടെ എന്തൊക്കെ പുകയിലായിരുന്നു. ജിഹാദികളുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ നേതൃത്വത്തിലോ കൈവിലങ്ങ് വെക്കുന്നു എന്നായിരുന്നു. സകലരും വിളിച്ചു പറഞ്ഞതാ, കൈവിലങ്ങ് വെക്കുന്നു, അങ്ങനെ എന്ത് ക്രൂരതയാണ്, കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യാത്തത് എന്നൊക്കെ. അത് അമേരിക്കയുടെ നിയമമാണെന്ന് നമ്മൾ മുന്നോട്ട് വെച്ച സമയത്ത് ഇവിടെ ഒരു ജിഹാദികളും ഒരു തീവ്ര ചിന്താഗതിക്കാരും അതൊന്നും തന്നെ അംഗീകരിച്ചിരുന്നില്ല. നിരന്തരം അന്തിച്ചർച്ചകളായിരുന്നു. അമേരിക്ക അത് ചെയ്തു, അമേരിക്ക ഇത് ചെയ്തു, എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലായിരുന്നു ചർച്ച. ഉളുപ്പുണ്ടെങ്കിൽ ഇവിടെയുള്ള സകല മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുക. UAE ചെയ്തിട്ടുള്ള ഈ നെറികേടിനെതിരെ ഒരു അന്തിച്ചർച്ച നടത്തുവോ? ഏതെങ്കിലും ഒരു ചാനല് അന്തിച്ചർച്ച നടത്തുവോ? വെല്ലുവിളിക്കുക. ഏതെങ്കിലും ഒരു ചാനല് നടത്തൂല. ആരെന്താ, ഇവിടെ സകല മേഖലയിലും ജിഹാദിസം പിടിമുറുകിയിട്ടുണ്ട്. ഇത് നമ്മൾ തുറന്നു പറയാണ്. അതിനാരിത് കേട്ട് കുരു പൊട്ടിയിട്ടും കാര്യമില്ല. ഇതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. ഷഹസാദ് ഖാനെ UAE ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഒരു ചർച്ചല്ല, ഇവിടെ ഒരു തരത്തിലുള്ള വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ പൊക്കുന്നില്ല. കൊലപ്പെടുത്തിയ UAE അവിടെ പൊക്കിപ്പിടിക്കുന്നത്. അതേസമയം കൈവിലങ്ങി വെച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചതിനായിരുന്നു ഇവിടെ വലിയ പ്രശ്നം. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. അമേരിക്ക എത്ര അന്തസ്സോട് കൂടിയിട്ട് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയച്ചിട്ടുള്ളത്. അവര് തെറ്റു ചെയ്തു, കടന്നു കയറിയതാണ് അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട്. അവരെ അന്തസ്സോട് കൂടിയിട്ട് തിരിച്ചയച്ചു. അതിലെന്താണ് പ്രശ്നം? അമേരിക്ക ചെയ്തത് അമേരിക്കയുടെ നിയമം. ഇനി UAE ചെയ്തത് UAEയുടെ നിയമം എന്ന് പറയണമെങ്കിൽ അവിടെ ജനാധിപത്യ രാജ്യമല്ലാതെ. അമേരിക്ക ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളാണ് ഈ അമേരിക്കയിലുള്ളത്. അതേസമയം UAE നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ബോധമുള്ള ആർക്കെങ്കിലും അവിടുത്തെ നിയമങ്ങളോ അവിടുത്തെ ഭരണ സംവിധാനങ്ങളെയോ അംഗീകരിക്കാൻ സാധിക്കുമോ? ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് രാജഭരണത്തെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? എനിക്ക് തീരെ മനസ്സിലാവാറില്ല. ഇവിടെ ഒരുപാട് ആളുകൾ അവിടുത്തെ നിയമങ്ങൾ വരണമെന്ന്, അവിടുത്തെ പോലെ തന്നെ ഇവിടെ രാജാവ് മതിയോ ഇവർക്ക്? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അപ്പൊ ഈ ഇരട്ടത്താപ്പ്, കൈവിലങ്ങി വെച്ചതിന് ഉറഞ്ഞു തുള്ളിയ ആളുകൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ ഷഹസാദി ഖാൻ എന്ന 33-കാരിയെ UAE വധശിക്ഷ നടപ്പിലാക്കിയിട്ട് എന്തുകൊണ്ട് ഇവിടെ ആരും ഉറഞ്ഞു തൊള്ളുന്നില്ല? ഇതൊക്കെ ബോധമുള്ള സകല ആളുകളും വ്യക്തമാക്കി തന്നെ ചിന്തിക്കണം.